ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 800 ഗ്രാം ബീഫാണ് ഞാൻ എല്ലോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് ഒരു സവാള വേണം. ഞാൻ ഇതുപോലെ തിന്നായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പച്ചമുളകും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങേൻ്റെ 2ാം പാലാണിത്. നമുക്കിതിൻ്റെ 1ാം പാലും ആവശ്യമുണ്ട്. ഇത് 1ാം പാലാണ്. ഇത് നല്ല തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു പേസ്റ്റാണ് വേണ്ടത്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ വെള്ള കസ്കസും കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇത് വറുക്കാത്ത മല്ലിപ്പൊടിയാണ്. അതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇതിലേക്ക് വേറൊരു മസാലപ്പൊടികളും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ വേണം. ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഏലക്കായി, പെരിഞ്ജീരകപ്പൊടി, കറുവപ്പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് ഉലുവ ഇട്ടെടുത്ത് ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി കുറച്ച് ഉപ്പ് ഇട്ട് നല്ലതുപോലെ വഴറ്റുക. അത് നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പൊടിച്ച് വെച്ച മസാലപ്പൊടി ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബീഫും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈര് ഇല്ലെങ്കിൽ നമുക്ക് വിനിഗറോ അല്ലെങ്കിൽ ലെമണോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ച് 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ഇവിടെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ഉരുളക്കയും കൂടെ ഇട്ടിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ബീഫും ഉരുളക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ കറിക്ക് ഒരു ഫ്ലേവറും തിക്നെസ്സും കൂടും. അതിനുശേഷം ഞാൻ പൊടിച്ചു വെച്ച മസാലപ്പൊടിയും കുരുമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് പാൽ ചേർക്കുകയാണ്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് തീ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒരു തിള വന്നാൽ മതി ഇതുപോലെ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നൈസ് പത്തിരിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ കുറുമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.